ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ലോകം എന്നത് നമ്മുടെയൊക്കെ സെൽഫോണിന്റെ സിഗ്നൽ എത്തുന്നിടത്തോളം മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ എന്റെ ഫോൺ ആരെയും വിളിക്കാൻ കഴിയുന്നില്ലെന്ന് ആശ്ചര്യം തന്നെയാണ്. ഹലോ, ആരെങ്കിലും അവിടെയുണ്ടോ? ഞാൻ എത്ര ദൂരം വരെയാണ് പോകേണ്ടത്? ഞാൻ ഒറ്റയ്ക്കാണ്. നുബുറോ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അതൊരു ക്ലാസ് റൂമിലേക്കാണ് അവളെ എത്തിക്കുന്നത്. അന്നേരം അവൾ അവളോട് തന്നെ പറയുന്നു, ഞാനിത് എവിടെയാണ് എന്ന് പറഞ്ഞ് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഭൂമിക്ക് പുറത്ത് സ്പേസ് ഷിപ്പിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിനി ആ ലോകത്തിലില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ സ്പേസ് ഷിപ്പിൽ ഭൂമിയിൽ നിന്നും ദൂരേക്ക് പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെ നിത്യവും ഒരുമിച്ചിരുന്ന രണ്ടുപേർ ഒരു ദിവസം അതിലെ ഒരാൾക്ക് ഭൂമി വിട്ട് പുറത്ത് സ്പേസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ അതിലെ ഒരാൾ ഭൂമി വിട്ട് വെളിയിൽ പോവുകയും ഒരാൾക്ക് ഭൂമിയിൽ കാത്തിരിക്കേണ്ട സ്ഥിതിയുമാകുന്നു. ഓരോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും ഇതേ ഫീൽ തന്നെയല്ലേ? ഒരാൾ എവിടേക്കോ പോകുന്നു, രണ്ടാമത്തെ ആൾക്ക് കാത്തിരിപ്പിന്റെ വേദന മാത്രം. നായകനും നായികയ്ക്കും ഇടയിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായ മക്കോട്ടോ ഷിൻഗായി സ്വയം എഴുതി അനിമേറ്റ് ചെയ്ത് സംവിധാനം ചെയ്ത ഒരു ക്രിയേറ്റീവ് മാജിക്കായ 2002 പുറത്തിറങ്ങിയ വെറും 25 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ് വോയിസസ് ഓഫ് എ ഡിസ്റ്റൻസ് സ്റ്റാർ. ഇതൊരു 20 വർഷം കഴിഞ്ഞു നടക്കുന്ന ഒരു സ്കൈഫൈ കഥയാണെങ്കിലും അതിന്റെ സോൾ നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിലൂടെ നമ്മളെ കാണിക്കുന്നത്. നമുക്കെന്നാ കഥയിലേക്ക് കടന്നാലോ? ഹിയർ വി ഗോ. കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. വർഷം 2046 ജൂലൈ മാസം. നുബുറോ നിൽക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ മിക്കാക്കോ പടിക്കെട്ടുകൾ ഓടിയിറങ്ങുകയാണ്. അവൻ അവളോട് ഫൈനൽ എക്സാംസ് എങ്ങനെയുണ്ടായെന്ന് തിരക്കി. അവൾ അവന് മറുപടിയായി എക്സാംസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത കൊല്ലം നമ്മൾ ഹൈസ്കൂളിൽ ഉണ്ടാകുമോ എന്ന് അവളും തിരിച്ച് അവനോട് ആകാംക്ഷയോടെ തിരക്കി. ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആകാശത്ത് വലിയൊരു സ്പേസ് ഷിപ്പിനെ കാണാം. അവനത് UN ആർമിയുടെ സ്പേസ് ഷിപ്പാണെന്ന് പറയുന്നുണ്ട്. ഈ ടൗണിൽ നിന്നും ആരെങ്കിലും ഉണ്ടാകുമോ അതിൽ? അവർ അതിന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ടോ ആവോ? ആ ഷിപ്പ് നമ്മുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞും സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ അവൻ വാദോരാതെ സംസാരിക്കുമ്പോൾ അവൾ എക്കത്തിന് മൂളിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ മാർസിനെ ആക്രമിച്ച ഏലിയൻസിനെ പിന്തുടരുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോഴും അവൾ അപ്പോഴും മൂളിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ടാർസിയൻസ് അവർ എവിടെ നിന്നായിരിക്കും വരുന്നേ എന്ന് അവൻ അവളോട് ചോദിക്കും. ടാർസിയൻസ് എന്ന് പറയുന്നത് ഈ ഏലിയൻസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. അവൾ വെറുതെ മൂളിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ ശ്രദ്ധിക്കുന്നു. അവൻ അന്നേരം അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ടോപ്പിക്കിനോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നല്ലോ. അവൾ അന്നേരം അത് പിന്നെ എന്ന് പറഞ്ഞ് അവൾ നിൽക്കുമ്പോൾ അവൻ അന്നേരം, എങ്കിലത് വിട്, നമുക്കെന്നാ കൺവീനിയൻസ് സ്റ്റോറിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അവർ നേരെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായി. ശേഷം അവർ കൺവീനിയൻസ് സ്റ്റോറിൽ ഇരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കും, മിക്കാക്കോ, നീ ഹൈസ്കൂളിൽ സ്പോർട്സ് കെന്തോ ആണ് എടുക്കുന്നത്? കെന്തോ എന്ന് പറഞ്ഞ ജപ്പാൻകാരുടെ മാർഷൽ ആർട്ടാണ്. എനിക്കൊരു ഐഡിയയുമില്ല എന്താ എടുക്കണ്ടേന്ന്. നൊബുറോ, നീ എന്താ എടുക്കുന്നേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ കെന്തോ ആണ് എടുക്കുന്നേ എന്ന് പറയും. അവളോട്, നിനക്കും അത് കണ്ടിന്യൂ ചെയ്തൂടെ, നീ നല്ല സ്ട്രോങ് ആണല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അപ്പോൾ പറയും, അത് നിങ്ങൾ പറയുന്നതാണ്, പക്ഷേ നിനക്ക് വാസ്തവത്തിൽ എന്നെ പോലെ അതേ ക്ലബിൽ ചേരാനല്ലേ ആഗ്രഹം, അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് മിക്കാക്കോ പറയുന്നേ എന്ന് അവൻ ചോദിക്കും. കാര്യം രണ്ടുപേർക്കും ഒരുമിച്ച് ഹൈസ്കൂളിൽ കൂടെ വേണമെന്നുണ്ട്. അവർ അത് പരസ്പരം തുറന്നു പറയുന്നില്ല എന്നുള്ളൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ഇരുവരും കൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴേക്കും മഴയും നിന്നിട്ടുണ്ടായിരുന്നു. അവർ ഇരുവരും സൈക്കിളിൽ മടങ്ങുമ്പോൾ ആകാശത്ത് ട്രേസസ് പോകുന്നത് കാണാം. അതായത് ആ ഏലിയൻസിനെ പിടിക്കാൻ പോകുന്ന നമ്മുടെ ഭൂമിയിലെ മനുഷ്യരെയാണ് ഈ ട്രേസസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് അവൾ അതിനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നുബുറോ, ഞാൻ അതിൽ ചേരാൻ പോവുകയാണ്. അവനിത് കേട്ടതും ഞെട്ടി. അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് മിക്കാക്കോ ഓടിക്കുന്ന ആ എയർക്രാഫ്റ്റിനെയാണ്. അതെ, അവൾ ആ UN സ്പേസ് ആർമിയിൽ ചേർന്നിരുന്നു. അവളിപ്പോൾ ട്രേസസിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. അവൾക്ക് നേരെ ഏലിയൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൾ അതിനെ തകർക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അവൾ അവന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നതാണ്. ഇവിടെ നടന്ന ഈ സംഭവത്തെ പറ്റിയൊക്കെ അവൾ അവന് മെയിൽ ചെയ്യുകയാണ്. അന്നത്തെ ടെക്നോളജി വെച്ച് ഇതൊക്കെ സാധ്യമായിരുന്നു. ഇപ്പം അവളെ മാർസിലെ ട്രെയിനിയായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണെന്നും സർവ്വനേരവും താൻ അവിടെയാണെന്നും ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാണ്ട് അവൾക്കിത് നേരിട്ട് കണ്ടു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. മാർസിലെ ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ജൂപ്പിറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവന് മെയിൽ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ നായകൻ നൊബുറോയെ കാണിക്കുകയാണ്. അവൻ ക്ലാസ്സിലെ ഡെസ്കിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അത് അവളുടെ മെസ്സേജ് ആയിരുന്നു. അവൻ അവളെ പറ്റി ഓർക്കുകയാണ്. മിക്കാക്കോ, അവൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു.
മിഡിൽ സ്കൂൾ തുടങ്ങി ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹൈസ്കൂളിൽ പോയിരുന്നു എങ്കിലെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അതെന്റെ വെറും ആഗ്രഹം മാത്രമാണ്. ഇപ്പോൾ അവൾ ജൂപ്പിറ്ററിലാണ്. മിഡിൽ സ്കൂളിൽ 3rd ഇയർ ആയിരുന്നപ്പോൾ ആയിരുന്നു മിക്കാക്കോയെ UN സ്പേസ് ആർമിയിലേക്ക് സെലക്ട് ചെയ്തിരുന്നത്. ആ വിന്ററിൽ തന്നെ 1000 പേർ അടങ്ങുന്ന ഒരു UN സ്പേസ് ഷിപ്പിൽ കയറി താഴ്സിയൻ സർവേയിൽ അവളും ഇവിടെ നിന്നും മടങ്ങിയിരുന്നു. അവൾക്ക് നല്ല ഗ്രേഡ്സും ഉണ്ടായിരുന്നു. സ്പോർട്സിനും നല്ല കഴിവുമുണ്ട്. എന്നിട്ടും UN സ്പേസ് ആർമിയല്ലേ, നല്ല അവസരം കിട്ടിയപ്പോൾ അവൾക്ക് പോകേണ്ടി വന്നു. അവൻ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും അവളെപ്പറ്റിയും ഓർത്ത് അവന് വന്ന മെസ്സേജ് വായിക്കുകയാണ്. ഈ മെസ്സേജ് നേരത്തെ വന്ന മെസ്സേജ് ആയിരുന്നില്ല. അത് അവൻ വായിച്ചു എന്ന് അവൾ ഇപ്പോൾ ജൂപ്പിറ്ററിലാണെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഇത് അതിനുശേഷം വന്ന മെസ്സേജ് ആണ്. അവളിപ്പോൾ ജൂപ്പിറ്ററും വിടാൻ പോവുകയാണ്. ഇനി പ്ലൂട്ടോയിലേക്കാണ് അവൾ മടങ്ങുന്നത്. അവൾ അയക്കുന്ന മെസ്സേജസ് അവനിലേക്ക് എത്താൻ ഒരു പകുതി വർഷമെങ്കിലും പിടിക്കുമെന്നായിരുന്നു അവൾ ആ മെയിലിൽ പറഞ്ഞിരുന്നത്. അത് 20th സെഞ്ചുറിയിലെ എയർമെയിൽ പോലെയായിരിക്കുമെന്നുകൂടി അവൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. അതെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നു, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിന് അത് എത്താൻ കുറെ വർഷങ്ങൾ എടുക്കുന്നു. ഇവിടെ ഡബിൾ ടിക്ക് കണ്ടിട്ടും നോക്കാണ്ടിരുന്നാൽ അവർ അത് അവോയ്ഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അടിച്ചു പിരിയുന്നവർ വരെയുണ്ട്. അതേസമയം വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ വീഡിയോ കോളോ ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് കത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറുപടി കത്തുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പിനെ സ്നേഹിച്ചവരും ഉണ്ടായിരുന്നു. പക്ഷേ അത് ആഴ്ചകളോ മാസങ്ങളോ മാത്രമായിരുന്നു അവർക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ഇവിടെ നായകനും നായികയ്ക്കും ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തമായിരുന്നു. ടൈം ഡയലേഷൻ ആയിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷനെ വലച്ചത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പലപ്പോഴും വിജയിക്കാത്തതിന്റെ കാരണം അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ, ഡിസ്റ്റൻസ്, ട്രസ്റ്റ്, വെയിറ്റിംഗ് ഇവയ്ക്കുണ്ടാവുന്ന മങ്ങലാണ് ആ ബന്ധത്തെ ഇളക്കിമറിക്കാൻ കാരണമാകുന്നത്. പക്ഷേ സ്നേഹമെന്നൊന്ന് പറയുന്നത് അതിനതീതമാണോ? നമുക്ക് നോക്കാമേ. അവൾ പോയിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. മെയിലിൽ ഇയർ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോ 2047 ജൂലൈ 3-ാം തീയതി എന്നാണ് ആ മെയിലിൽ കാണിച്ചിരുന്നത്. ഇങ്ങനെ നൊബൂറോയുടെ ഹൈസ്കൂളിലെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിരുന്നു. അവൾ ദൂരേക്ക് പോകുന്തോറും മെസ്സേജസ് തിരിച്ചു വരുവാനുള്ള ടൈമും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് അവൻ ഓരോ തവണ ചെക്ക് ചെയ്യുമ്പോഴും അവന് പുതിയ മെസ്സേജസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് കാണിക്കുന്നു. അത് അവനെ അവളുടെ മെസ്സേജിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലാകുന്നു. അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് മിക്കാക്കോയെയാണ്. അവൾ പ്ലൂട്ടോയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഹാഫ് ഇയർ ആയി ഞാൻ എർത്ത് വിട്ട് ഇവിടെ എത്തിയിട്ട്. ഞങ്ങൾ ടാർസിയൻസിനെ അന്വേഷിച്ചുകൊണ്ടാണ് ജൂപ്പിറ്ററിന്റെ ഭ്രമണപഥം തുടങ്ങി ഇവിടെയും വരെ വന്നത്. ഇപ്പോഴും അവരുടെ ഒരു സിഗ്നൽസും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നൊബുറോ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ തോന്നുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ എമർജൻസി അലർട്ട് വന്നിരുന്നു. അവർക്ക് ടാർസിയൻസിനെ അവിടെ അടുത്തായി കണ്ടു എന്ന സിഗ്നൽ ആയിരുന്നു അത് അവർ നിൽക്കുന്നിടത്ത് നിന്നും 2000 മീറ്റർ അകലെയുണ്ടെന്ന് അവൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ അവൾ നേരെ അങ്ങോട്ടേക്ക് കുതിക്കും. ഇത്രയും നാളും അവൾ ട്രെയിനിങ്ങിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവൾ ശരിക്കും ഒരു റിയൽ എനിമിയായിട്ട് ഏറ്റുമുട്ടാനാണ് പോകുന്നതെന്ന് ഉറപ്പിച്ച് മനസ്സിൽ ധൈര്യം സംഭരിച്ച് നേരെ സ്പേസ് ഷിപ്പിലേക്ക് കയറി ബ്ലാക്ക് ഹോളിലൂടെ അങ്ങോട്ടേക്ക് കുതിക്കുകയാണ്. അവൾക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഭൂമിയിൽ നൊബൂറയെ കാണിക്കുമ്പോൾ അവിടെ വർഷം 2048 ജനുവരി 3-ാം തീയതി അവൻ മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജും വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. സ്പേസ് ഷിപ്പിൽ നിന്നും ഇറങ്ങി അവളുടെ എയർക്രാഫ്റ്റ് എടുത്ത് അവൾ അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. അവളെ കാണുമ്പോൾ അവർ അവളെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൾ അവരെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ അതാ വേറൊരു വാണിംഗ് കൂടെ വന്നിരുന്നു. അത് അടുത്ത ടാർസിയൻസിനെ അവർ പ്ലൂട്ടോയുടെ ഓർബിറ്റിൽ കണ്ടെത്തിയെന്നായിരുന്നു. അവൾക്ക് സ്പേസ് ഷിപ്പിലേക്ക് കയറാനുള്ള വാണിംഗും വന്നിരുന്നു. നേരെ സ്പേസ് ഷിപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ നേരത്തെ അറ്റാക്ക് ചെയ്ത ഏലിയൻസിലൊന്ന് അവൾക്ക് നേരെ വരുമ്പോഴേക്കും അതിലെ ഒന്ന് അവളുടെ എയർക്രാഫ്റ്റിന് നേരെ ഷോക്ക് ഏൽപ്പിക്കുന്നു. പക്ഷേ അവൾ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരെണ്ണം അവൾക്ക് നേരെ വന്ന് അവളുടെ എയർക്രാഫ്റ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അത് അവളുടെ ഷിപ്പിനെ അത് വളയുകയും ചെയ്യുന്നു. മിക്കാക്കോയ്ക്ക് ഇത് കണ്ടിട്ട് എന്താ തനിക്ക് മുന്നിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അവൾക്ക് നേരെ അതിന്റെ കണ്ണ് തുറക്കുന്നതും അവൾ അതിനെ ഉടനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ലായിരുന്നു. അവൾ നേരെ ഷിപ്പിലേക്ക് കയറി ബ്ലാക്ക് ഹോളിലൂടെ പ്ലൂട്ടോയുടെ ഓർബിറ്റിലേക്ക് കുതിച്ചു. അത് അവളിലും അവനിലും ഇടയിലുള്ള ദൂരം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവന് അപ്പോഴും മെസ്സേജസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവനാകെ ഡെസ്പായി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ മിക്കാക്കോയെ കാണിക്കുന്നു. അവൾ ബ്ലാക്ക് ഹോളിലൂടെ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴേക്കും അവിടെയുള്ള ടാർസിയൻസ് പട അവിടെ നിന്നും പോയി
പോയിട്ടുണ്ടായിരുന്നു. ഷിപ്പിൽ അനൗൺസും ചെയ്യുന്നുണ്ടായി ഇനി ഒരു 48 മണിക്കൂറിന് ശേഷമായിരിക്കും ഇവരുടെ ഷിപ്പ് ദൂരത്തേക്ക് ചലിക്കുകയുള്ളൂ എന്നും അത് പോകുന്നത് സീരിയസ് ആൽഫ ബീറ്റ സ്റ്റാറിന്റെ അടുത്തേക്കാണ് എന്നും പറയുന്നുണ്ട്. അത് ഇവിടെ നിന്ന് 8.6 ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ് എന്നും നമ്മൾ ഇതുവരെ എർത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. കമാൻഡർ ഒരു റിമൈൻഡർ എല്ലാവർക്കുമായി തന്നിട്ടുണ്ട്. അവരവരുടെ ഫാമിലിക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട എന്നും ആ അനൗൺസ്മെന്റിൽ കൂട്ടിച്ചേർത്തു. ഈ അനൗൺസ്മെന്റ് അവസാനിക്കുമ്പോഴേക്കും അവൾ അവന് മെസ്സേജ് ഓൾറെഡി അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുകയാണ്. അവൾ ആ മെയിൽ ടൈപ്പ് ചെയ്ത് അവൻ അയക്കാൻ നോക്കുമ്പോൾ അത് ഇനിയും 1 വർഷവും 16 ദിവസവും 12 ഹവേഴ്സും കഴിഞ്ഞാണ് അവിടെ എത്തുന്നതെന്നും കാണിക്കുന്നുണ്ട്. അല്ലേ അവർ തമ്മിലെ അകലത്തിന് അത്രയും ദൂരം കൂടിയിട്ടുണ്ടായിരുന്നു. അവൾ ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നമ്മളിപ്പോൾ സ്പേസിലും ഭൂമിയിലും വേർപിരിഞ്ഞിരിക്കുന്ന ലവേഴ്സിനെ പോലെയല്ലേ നൊബോറോ എന്നായിരുന്നു. അവൾ അവനിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ ശ്രമിക്കുകയാണ്. അന്നേരം അവൾ ചിന്തിക്കുന്നുമുണ്ട്, അവനിപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടാകുമോ ആവോ. അവിടെ കട്ട് ചെയ്ത് നൊബോറോയെ കാണിക്കുന്നു. ഈ വർഷത്തെ വിന്റർ കഴിഞ്ഞു, സമ്മർ വീണ്ടും വന്നു. കഴിഞ്ഞ വിന്ററിലായിരുന്നു ഞാൻ അവളുടെ മെയിലിന് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ അവൻ അവരുടെ പഴയ ആ കൺവീനിയൻസ് സ്റ്റോറിലിരിക്കുമ്പോൾ അവന് ഒരു മെസ്സേജ് വന്നു. അതെടുത്തു നോക്കുമ്പോൾ മിക്കാക്കോയുടെ ആയിരുന്നു. ആ മെയിലിൽ അവനുണ്ടായിരുന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എനിക്കറിയില്ല എവിടുന്ന് എന്ന് പറഞ്ഞു തുടങ്ങണമെന്ന്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അവൾ ഇപ്പോഴും പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിലാണ് ഉള്ളത്. നൊബുറോ, ഞാനിപ്പോഴും ആ 15 വയസ്സുള്ള മിക്കാക്കോ തന്നെയാണ്. എനിക്കിവിടെ 1 വർഷം എന്നുള്ളത് 30 മിനിറ്റ് ആയിട്ടുള്ളൂ എന്നും അവൾ പറയുന്നു. ശേഷം ഞങ്ങൾ സീരിയസിന്റെ അടുത്ത് പോകാനുള്ള ദൗത്യത്തിലായിരിക്കും. അത് ഇവിടെ നിന്ന് 8.6 ലൈറ്റ് ഇയർ ദൂരമായിരിക്കും. നിനക്ക് ഈ മെയിൽ കിട്ടുമ്പോഴേക്കും ഞാൻ അവിടെയായിരിക്കും. സോ നിന്റെ അവിടെ 8 വർഷവും 7 മാസങ്ങളും കടന്നു പോയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ രണ്ടാളും ഭൂമിക്കും സ്പേസിനും അകലെയായി പിരിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ലവേഴ്സ് അല്ലേ എന്ന് അവൾ ആ മെസ്സേജിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മിഡിൽ സ്കൂളിൽ വെച്ചായിരുന്നു നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടേയിരുന്നത്. അതിനുശേഷം വല്ലപ്പോഴും. പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ എപ്പോഴും എന്നേക്കുമായി ഒരുമിച്ചിരിക്കുമെന്ന് പറഞ്ഞത് ഈ 8 വർഷം കഴിഞ്ഞ് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. ഞാനും മിക്കാക്കോയും തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ അവളുടെ മെസ്സേജസിന് വേണ്ടി മാത്രമായി ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എനിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഗോൾസ് സെറ്റ് ചെയ്യണം. അതെന്റെ ഹൃദയത്തെ സ്ട്രോങ് ആക്കാനും സഹായിക്കുമെന്ന് പറഞ്ഞ് അവൻ വേദനയോടെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഒരുങ്ങി. ഞാൻ എന്റെ അഡൾട്ട്ഹുഡിലേക്ക് കടക്കുകയാണ്, അതും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് അവൻ നടന്നു നീങ്ങുകയാണ്. ശേഷം മിക്കാക്കോയെ കാണിക്കുമ്പോൾ അവൾ നേരെ സീരിയസിന്റെ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തെ പോലെ മറ്റൊരു സോളാർ സിസ്റ്റത്തിലേക്ക്. അവരായിരുന്നു അവിടെ എത്തിയ ആദ്യ ഹ്യൂമൻസ്, അതും മറ്റൊരു പ്ലാനറ്ററി സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീരിയസ് സിസ്റ്റത്തിലെ 4ാമത്തെ പ്ലാനറ്റ് ആയിരുന്ന അഗർത്തയിലേക്കായിരുന്നു അവർ നേരെ വന്നിറങ്ങിയിരുന്നത്. അഗർത്ത നമ്മുടെ ഭൂമിയെ പോലെ സിമിലർ ആയിരുന്നു. സ്കൈസ്, ക്ലൗഡ്സ്, ഓഷ്യൻസ്, എന്തിന് അവിടെ മൃഗങ്ങൾ വരെ ജീവിക്കുന്നുമുണ്ട് എന്ന് അവർ കണ്ടെത്തി. പക്ഷേ ഇവിടെയുള്ളതെല്ലാം എർത്തിലെ പോലെ സിമിലർ ആണെങ്കിലും അവൾക്ക് ഇത് തികച്ചും വ്യത്യാസമുള്ളതുപോലെയാണ് തോന്നിയത്. നൊബൂറോയിൽ നിന്നും ടൈമും ഡിസ്റ്റൻസും വളരെ വളരെ അകലെയാണെന്നുള്ള ചിന്തയിൽ വിഷമിച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത്. മിക്കാക്കോ അവിടെയെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മഴയും പെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവൾക്ക് മഴ നനയണമെന്ന് തോന്നി. അവളിപ്പോഴും അവളുടെ ആ എയർക്രാഫ്റ്റിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവൾക്ക് അന്നേരം കൺവീനിയൻസ് സ്റ്റോറിൽ പോയി നൊബൂറോന്റെ ഒപ്പം ഐസ്ക്രീം ഒരുമിച്ച് കഴിക്കാനും തോന്നി. നൊബൂറോനെ ആലോചിച്ച് അവൾ കരയുകയാണ്. അവൾ അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവനിപ്പോൾ 24 വയസ്സായിരിക്കുകയാണ്. അവൾക്കിപ്പോഴും 15 വയസ്സ് തന്നെയായിരുന്നു. അവൾ അവനെ കുറിച്ച് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അവനെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള മെസ്സേജ് ആയിരുന്നു അവൾ അയച്ചത്. അതയച്ച് മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ 8 വർഷവും 224 ദിവസവും 18 മണിക്കൂറുമാണ് ആ മെയിൽ എത്താൻ എന്ന് കാണിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് കൈ തലയിൽ പെട്ടെന്ന് തൊടുമ്പോൾ എന്തോ അവളുടെയും അവന്റെയും ഓർമ്മകൾ മിന്നി മറഞ്ഞു പോയി. തന്റെ മുന്നിൽ ഒരു കുട്ടിയെയാണ് അവൾ കാണുന്നത്. അത് അവളുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു. അവൾ അതിശയിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഞാനാണോ? അതിന് മറുപടിയായി ആ കുട്ടി മിക്കാക്കോ അവളോട്, നീ ഇത്രയും ദൂരം താണ്ടി വന്നതല്ലേ? പെട്ടെന്ന് അതൊരു ഏലിയൻ രൂപത്തിൽ നിന്നും അവളുടെ ഫ്യൂച്ചർ രൂപമായി മാറി അവളോട് സംസാരിക്കുന്നു. മുതിർന്ന ഒരാളാകണമെങ്കിൽ നമ്മൾ ഇത്രയും വേദനകൾ അനുഭവിക്കുന്നത് അത്യാവശ്യമാണ്. അനുഭവങ്ങളിൽ നിന്നുമുള്ള കഠിന പാഠങ്ങൾ നമ്മെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും സെൽഫ് അവെയർ ആക്കുകയും ചെയ്യും. നിനക്ക് ഇനിയും വളരെയധികം ദൂരം പോകാൻ കഴിയും. മറ്റ് യൂണിവേഴ്സിലേക്കും ഗാലക്സികളിലേക്കും എന്റെ ഒപ്പം വരൂ. ഞാനിത് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രസന്റ് മിക്കാക്കോ അവൾക്ക് നൊബുറോയെ കാണണമെന്ന് പറഞ്ഞ് കരയുകയാണ്. അവനോട്, ഞാൻ അവനെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്.
സാരില്ല, അവരെ നീ വീണ്ടും കാണും എന്ന് പറഞ്ഞ് അവളുടെ ആ ഫ്യൂച്ചർ സെൽഫ് മറഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും അഗർത്തയിൽ മൊത്തം ടാർസിയൻസ് വളഞ്ഞു എന്നുള്ള വാണിംഗും അവൾക്ക് വന്നിരുന്നു. അവർ നമ്മുടെ ഓർബിറ്റിനടുത്തെത്തി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാണിംഗും തീരുന്നതോടെ അവിടെ ഒരു മിസൈൽ വീഴുകയാണ്. തന്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് അവരെ നേരിടാൻ പോവുകയാണ്. ചിലപ്പോൾ അങ്ങനെയാണ് ലൈഫിൽ പല സമയങ്ങളിലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. നമ്മൾ ഒരു ഡയറക്ഷനിൽ നടക്കുമ്പോൾ ജീവിതം വേറൊരു പാത്ത് തുറന്നു തരുന്നു. അത് തോന്നിയതുപോലെ ഒരു ആക്സിഡന്റ് അല്ല, ഒരു ലെസൺ ആണ്. നമുക്ക് വേണ്ടി നല്ലത് മാത്രം നടക്കണമെന്നതാണ് യൂണിവേഴ്സിന്റെ ലക്ഷ്യം. നമ്മളത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അവിടെ കട്ട് ചെയ്ത് നൊബുറയാണ് കാണിക്കുന്നത്. നൊബുറോ ഇപ്പോൾ വളർന്ന ഒരു അഡൾട്ട് ആയിരിക്കുകയാണ്. അവൻ ആകാശത്തിലൂടെ പോകുന്ന ട്രേസേഴ്സിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും അന്നത്തെ ആ ദിനം ഓർക്കുന്നുണ്ട്. 8 വർഷ കാലയളവ് എന്നേക്കുമായി നീണ്ടുപോകുമെന്ന് കരുതിയില്ല. ആ ദിവസങ്ങളിൽ ഞാൻ തീരുമാനിച്ച ലക്ഷ്യം ഇതുവരെ മാറിയിട്ടില്ല. അതിനുശേഷം ഞാൻ എന്റെ ജീവിതം ആശയക്കുഴപ്പം കൂടാതെ ജീവിച്ചിട്ടുമില്ല. ആ നേരം അവനൊരു നോട്ടിഫിക്കേഷൻ അവന്റെ ഫോണിൽ വരുന്നു. അത് മിക്കാക്കോയുടെ മെസ്സേജ് ആയിരുന്നു. അവൻ അത് കണ്ട് ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവനോട് അവർ ഒരുമിച്ചുണ്ടായ നിമിഷത്തെ ഓർമ്മകൾ ഓർത്തെടുത്ത് പറയുകയാണ്. മഴ പെയ്യുമ്പോൾ കുടയിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദവും സോഫ്റ്റ് സ്പ്രിങ്സ് ഓയിലും കൺവീനിയൻസ് സ്റ്റോറിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ സമാധാനവും സ്കൂളിലെ ചോക്ക് ബോർഡിന്റെ മണവും സ്കൂളിൽ നിന്നും ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ തണുത്ത കാറ്റും മിഡ് നൈറ്റിൽ റോഡിലൂടെ പോകുന്ന ട്രക്കിന്റെ ശബ്ദവും എല്ലാം അവൾ വീണ്ടും അവന്റെ ഒപ്പം ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളായിരുന്നു ആ മെസ്സേജിൽ. മിക്കാക്കോയ്ക്ക് ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞ ഓർമ്മയായിരുന്നു. പക്ഷേ അവനിത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. കാലവും ദൂരവുമൊക്കെ അവരെ രണ്ടുപേരെയും നല്ലോണം അകത്തിയിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിലെ ആ പ്രണയം ഇപ്പോഴും മായാതെ അവിടെയുണ്ടായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ അവനറിയാം അത് യാഥാർത്ഥ്യമാവില്ല എന്ന്. നമുക്ക് ഒരിക്കലും അറിയില്ല അവർ വീണ്ടും കണ്ടുമുട്ടുമോ എന്ന്. പക്ഷേ അവളുടെ സന്ദേശം അവനിൽ ഉണ്ടായിരുന്നു, അവന്റെ ഹൃദയത്തിൽ. ഇത് ഒരു യാത്രയാണ്, ഒരു കാത്തിരിപ്പാണ്. സമയത്തെയും ദൂരത്തെയും മറികടക്കാൻ കഴിയാത്തവരുടെ കാത്തിരിപ്പ്. സോ ഗൈസ്, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും മത്താനേ.